സംവിധായകനും സെലിബ്രിറ്റിയും എന്ന വാദമാണ് കോടതിയെ ചൊടിപ്പിച്ചിരിക്കുന്നത്. ഒരു സെലിബ്രിറ്റിക്കും അങ്ങനെ ഒരു ഇളവുമില്ല എന്ന കോടതി അതിരൂക്ഷമായ പരാമർശത്തോടു കൂടി തന്നെയാണ് VM ബിനുവിന്റെ ഹർജി തള്ളിയിരിക്കുന്നത്. VS രഞ്ജിത്ത് കൂടി കോഴിക്കോട് നിന്ന്. രഞ്ജിത്ത്, ഇപ്പോൾ 43 വർഷമായി കോഴിക്കോട് കോർപ്പറേഷൻ ഇടത് ഭരണത്തിലാണ്. അവിടെ നിന്നും കോൺഗ്രസിന് കോർപ്പറേഷൻ പിടിക്കാനുള്ള ശ്രമങ്ങൾ, അതുകൊണ്ട് ഒരു സെലിബ്രിറ്റിയെ മേയർ സ്ഥാനാർത്ഥിയായി വെക്കുന്നു. അങ്ങനെയാണ് VM ബിനുവിനെ സമീപിക്കുന്നത്. VM ബിനു തയ്യാറാക്കുന്നു, അദ്ദേഹം പ്രചാരണം തുടങ്ങി. അപ്പോഴാണ് വോട്ടർപട്ടികയിൽ പേരില്ല എന്നുള്ള കാര്യം അറിയുന്നത്. അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനല്ല വിശ്വാസം കോടതിയിൽ എന്നുള്ളതുകൊണ്ട് കോടതിയിൽ നിന്നുള്ള ഉത്തരവ് പ്രതീക്ഷയോടെ നിൽക്കുകയായിരുന്നു. ഇന്നാണെങ്കിൽ പ്രചാരണത്തിന് ഇറങ്ങിയിട്ടുമുണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ കോൺഗ്രസിന് വലിയ തിരിച്ചടിയാവുകയല്ലേ ഈ തീരുമാനം, ഈ ഉത്തരവ്? സ്മൃതി, തീർച്ചയായിട്ടും VM ബിനുവിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഏറ്റവും സുരക്ഷിതമായ ഒരു ഡിവിഷൻ തന്നെ കോൺഗ്രസ് നൽകിയിരുന്നു. കല്ലായി വാർഡിൽ അദ്ദേഹം സുരക്ഷിതനായി തന്നെ ഒരു UDFന്റെ വാർഡ് എന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹത്തെ അവിടെ കളത്തിലിറക്കിയത്. അദ്ദേഹം പ്രചരണം ആരംഭിക്കുകയും ചെയ്തിരുന്നു. പക്ഷെ പ്രചരണം ആരംഭിച്ച് പിറ്റേ ദിവസമാണ് അദ്ദേഹത്തിന് വോട്ടില്ല എന്നുള്ള വാർത്ത വൈകിട്ടോടുകൂടി വരുന്നത്. വോട്ടില്ല എന്ന് പറയുന്നത് ഈ കരട് വോട്ടർ പട്ടികയിൽ അല്ല, അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞ ശേഷമാണ് അദ്ദേഹത്തിന് വോട്ടില്ല എന്നുള്ള വിവരം വരുന്നത്. പക്ഷേ കോൺഗ്രസ് ആ ഘട്ടത്തിൽ പറഞ്ഞത് 2020 വോട്ടുണ്ട് എന്നുള്ളതാണ്. എന്നാൽ പിറ്റേ ദിവസം ഇന്നലെ രാവിലെ തന്നെ അദ്ദേഹത്തിന് 2020 വോട്ടുണ്ടായിരുന്നില്ല എന്നുള്ള വിവരം പുറത്തു വരുന്നു. CPM അത് വലിയ തോതിൽ പ്രചരണ വിഷയമാക്കുന്നു. 2020 വോട്ടില്ലാത്തയാൾക്ക് 2025 വോട്ടില്ല എന്നുള്ളത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല എന്ന അർത്ഥത്തിൽ CPMന്റെ ജില്ലാ സെക്രട്ടറി തന്നെ നേരിട്ട് രംഗത്ത് വരുന്നു. അങ്ങനെയാണ് കോടതിയിലേക്ക് പോകും. ജില്ലാ കളക്ടറും കൈമറത്തിയോടുകൂടിയാണ് കോടതിയെ സമീപിച്ചത്. കോടതി ഇപ്പോൾ VM ബിനുവിന്റെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞതോടുകൂടി തന്നെ കോൺഗ്രസിനും VM ബിനുവിന് തിരിച്ചടിയാവുന്നു. രണ്ട് കാര്യത്തിലാണ് കോൺഗ്രസിന് തിരിച്ചടിയാവുക. കോൺഗ്രസിനെ സംബന്ധിച്ച് ജില്ലയിൽ നിന്നുള്ള കോർപ്പറേഷനിൽ നിന്നുള്ള ഒരു സെലിബ്രിറ്റിയായ വ്യക്തിയെ സ്ഥാനാർത്ഥിയായി കൊണ്ടുവന്ന് ഈ ജില്ലാ കോർപ്പറേഷൻ തിരിച്ചുപിടിക്കാനുള്ള ഒരു നീക്കമാണ് ആദ്യം നടത്തിയത്. ആ നീക്കത്തിന് തന്നെ തുടക്കത്തിൽ തന്നെ തിരിച്ചടിയായിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി ഇതുപോലൊരു സെലിബ്രിറ്റി അല്ലെങ്കിൽ ഇതുപോലൊരു താരമുഖത്തെ കൊണ്ടുവരാൻ കോൺഗ്രസിന് ഇപ്പോൾ ഈ ഘട്ടത്തിൽ സാധ്യമല്ല. ഇപ്പോൾ KPCCയുടെ ജനറൽ സെക്രട്ടറി ഉൾപ്പെടെ മത്സരരംഗത്തുണ്ട്. PM നിയാസ് ഒക്കെ മത്സരിക്കുന്നുണ്ട്. അദ്ദേഹം കോഴിക്കോട് പാറവപ്പടിയിൽ നിന്ന് വോട്ട് തേടുന്നുണ്ട്. എങ്കിൽ കൂടി ഒരു താരമുഖത്തെ കൊണ്ടുവന്ന് ഒരു പൊതു സ്വീകാര്യത ഉണ്ടാക്കാനുള്ള ഒരു നീക്കത്തിലാണ് തിരിച്ചടി അയക്കുന്നത്. മറ്റൊന്ന്, ഒരു തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് കോൺഗ്രസിനെ പോലെ ഒരു രാഷ്ട്രീയ പാർട്ടി, ഇത്രയും പരിചയസമ്പന്നരായ നേതാക്കന്മാരുള്ള രാഷ്ട്രീയ പാർട്ടി, വാർ റൂമുകൾ തുറന്നു വെച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് സ്വന്തം സ്ഥാനാർത്ഥിക്ക് വോട്ടില്ല അല്ലെങ്കിൽ വോട്ടുറപ്പിക്കാൻ സാധിച്ചില്ല, അതിന്റെ കരട് പട്ടിക നോക്കി വോട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ സാധിച്ചില്ല. അങ്ങനെ വോട്ടില്ലാത്ത ഒരാളെ, ഒരു നേതാവിനെ, ഒരു വ്യക്തിയെ സ്ഥാനാർത്ഥിയാക്കി എന്നുള്ള ചീത്തപ്പേര് കൂടി കോൺഗ്രസിന് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. കാരണം ഇക്കാര്യം കോൺഗ്രസും CPMും BJPയും ഒക്കെ പ്രചരണത്തിന് ഉപയോഗിക്കാൻ തുടങ്ങി. ഒരാളെ സ്ഥാനാർത്ഥിയാക്കുമ്പോൾ മിനിമം അവരുടെ വോട്ടേഴ്സ് ലിസ്റ്റിലെ പേര്, അവർക്ക് എന്തെങ്കിലും ഡ്യൂസ് ഉണ്ടോ, അത്തരം കാര്യങ്ങളൊക്കെയാണ് പരിശോധിക്കുക. എന്തെങ്കിലും കേസുകളുണ്ടോ, ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ, ഇത്തരം കാര്യങ്ങൾ പ്രാഥമികമായി പരിഗണിക്കേണ്ട കാര്യങ്ങൾ പോലും പരിഗണിക്കാതെ ഒരാളെ സ്ഥാനാർത്ഥിയാക്കി കൊട്ടുഘോഷിച്ച് കല്ലായി ഡിവിഷനിൽ അവതരിപ്പിക്കുന്നു. വലിയ തോതിൽ അവിടെ പ്രചരണം നടത്തുന്നു, സ്വീകരണം കൊടുക്കുന്നു, വീടുകൾ കയറി വോട്ട് ചോദിക്കുന്നു. ഇങ്ങനെയൊക്കെ കഴിഞ്ഞ ശേഷം വോട്ടില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും BMന് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തിരുന്നു എന്നുള്ളതാണ്. അതൊരു കളവായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ അദ്ദേഹം പാർലമെന്റ് തെരഞ്ഞെടുപ്പിലോ നിയമസഭാ തെരഞ്ഞെടുപ്പിലോ ഒക്കെ വോട്ട് ചെയ്തതിന് ഈ ലോക്കൽ ബോഡി ഇലക്ഷനിൽ വോട്ട് ചെയ്തു എന്ന രീതിയിൽ അദ്ദേഹം ഓർത്തെടുത്തതായിരിക്കണം. അതുമാത്രമല്ല, അദ്ദേഹത്തിന്റെ പേര് വോട്ടേഴ്സ് ലിസ്റ്റിൽ ഇല്ല എങ്കിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ വോട്ടേഴ്സ് ലിസ്റ്റും നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടർ ലിസ്റ്റും അല്ല ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വോട്ടേഴ്സ് ലിസ്റ്റ് എന്ന് പറയുന്നത് അത് സംസ്ഥാനത്തെ ഇലക്ഷൻ കമ്മീഷൻ ഉണ്ടാക്കുന്നതാണ്. ഇത്തരം വിവരങ്ങളെക്കുറിച്ചുള്ള പ്രാഥമികമായ ധാരണ സ്ഥാനാർത്ഥിക്കും കോൺഗ്രസിനും ഇല്ലാതെ പോയോ എന്നൊരു ചോദ്യം CPM ചോദിക്കുന്നുണ്ട്. CPMന്റെ ജില്ലാ സെക്രട്ടറി M മെഹബൂബ് ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ ഇക്കാര്യം എടുത്തു ചോദിക്കുകയും ചെയ്തു. അപ്പോൾ ഇതേ കാര്യങ്ങൾ തന്നെയാണ് കോടതിയും പരിഗണിച്ചെന്ന് മനസ്സിലാക്കുന്നു. ഇനി നമുക്കറിയേണ്ടത് VM ബിനുവിന് പകരം കോഴിക്കോട് കല്ലായി ഡിവിഷനിൽ ആര് മത്സരിക്കും? VM ബിനുവിന് പകരം മറ്റൊരു താരമുഖത്തെ കോൺഗ്രസ് കൊണ്ടുവരുമോ? പ്ലാൻ B ഉണ്ട് എന്നാണ് ഇന്നലെ DCC പ്രസിഡന്റ് പറഞ്ഞത്. എന്താണ് ആ പ്ലാൻ B എന്നുള്ളത് നമുക്കറിയണം.
VM വിനു മത്സരിക്കുന്നില്ല എങ്കിൽ ആരാണ് ഈ സ്ഥാനാർത്ഥിയാവുക? കല്ലായി ഡിവിഷനിൽ അവിടുത്തെ മണ്ഡലം പ്രസിഡന്റ് കാളക്കണ്ടി ബൈജുവിനെ പോലുള്ള ആളുകളൊക്കെ അവിടെ സ്ഥാനാർത്ഥിയാവാൻ തയ്യാറായിരുന്നു. അവരെയൊക്കെ തടഞ്ഞുകൊണ്ടാണ് ഒരു സെലിബ്രിറ്റിയെ അവിടെ അവതരിപ്പിച്ചത്. ആ സെലിബ്രിറ്റിക്ക് അവസരമില്ല എങ്കിൽ അവിടെ പ്രാദേശിക തലത്തിൽ ആളുകളെ പരിഗണിക്കുമോ അല്ലെങ്കിൽ മറ്റൊരു സെലിബ്രിറ്റിയെ കല്ലായി വാർഡിൽ കൊണ്ടുവരുമോ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചാണ് ഇനി നമുക്കറിയേണ്ടത്. CPM-ന്റെ പ്രതികരണം ഇതിനുശേഷം വരേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ VM വിനുവിന്റെ ഹർജിയിലെ വാചകമാണ് കോടതിയെ ചൊടിപ്പിച്ചതെന്ന് വേണം കരുതാൻ. ഒരു സിനിമാ സംവിധായകൻ സെലിബ്രിറ്റിയൊക്കെയാണ് താൻ എന്ന് പറഞ്ഞെടുത്താണ് കോടതിയെ സെലിബ്രിറ്റിക്ക് ഇളവില്ല എന്ന് തിരിച്ചു പറഞ്ഞത് രഞ്ജിത്ത്. അപ്പോൾ ഇതൊരു വിനയത്തോടു കൂടി കോടതിയെ സമീപിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടി നല്ല മറുപടി കിട്ടുമായിരുന്നു. സ്മൃതി, ഇതിൽ പ്രധാനമായും കോടതി നോക്കുന്നത് കോടതിയെ സംബന്ധിച്ച് നിയമപരമായി എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുന്ന കാര്യമാണോ എന്നുള്ളതാണ്. നിയമപരമായി ഇതിൽ ഒരു തരത്തിലുള്ള ലൂപ്പ് ഹോളുകളും ഇല്ല എന്നുള്ളതാണ് നമുക്ക് പറയാൻ സാധിക്കുക. കാരണം വൈഷ്ണയുടെ കാര്യത്തിലാണെങ്കിൽ കരട് പട്ടികയിൽ പേരുണ്ടായിരുന്നു. കരട് പട്ടികയിൽ പേരുള്ള ഒരാളെ അന്തിമ പട്ടികയിൽ വെട്ടിപ്പോകുന്നതിൽ ഒരു ക്രമക്കേടുണ്ട്. ഇവിടെ അങ്ങനെ ഒരു ക്രമക്കേട് ആരോപിക്കാനില്ല. സാധാരണഗതിയിൽ ഈ ഇലക്ഷൻ കമ്മീഷൻ വോട്ട് ചേർക്കാൻ അനുവദിക്കുന്ന ഒരു സമയമുണ്ട്. അതിൽ കൂടുതൽ സമയം കോഴിക്കോട് ജില്ലയിലും കേരളത്തിലാകെയും വോട്ട് ചേർക്കാൻ അനുവദിച്ചിരുന്നു എന്നുള്ളതാണ്. ആദ്യഘട്ടത്തിൽ, രണ്ടാം ഘട്ടത്തിൽ, മൂന്നാം ഘട്ടത്തിൽ, അതും കഴിഞ്ഞ് കോഴിക്കോട് കൊടുവള്ളിയിലെ മുനിസിപ്പാലിറ്റിയിലെ പ്രശ്നമൊക്കെ മുൻനിർത്തിക്കൊണ്ട് അധികമായൊരു 3 ദിവസം കൂടി വോട്ട് ചേർക്കാൻ കൊടുത്തു. ആ ഘട്ടത്തിൽ ഒന്നും തന്നെ വോട്ടേഴ്സ് ലിസ്റ്റ് പരിശോധിച്ച് തൻ്റെ പേരുണ്ടോ എന്ന് നോക്കി പുതിയ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കാനുള്ള ശ്രമം നടത്താതെ ഇപ്പോൾ ഈ അന്തിമ പട്ടിക പ്രസിദ്ധീകരിച്ച ശേഷം ആർക്കെങ്കിലും വോട്ട് ചെയ്യാൻ അവസരം കൊടുക്കുക എന്നുള്ളത് അസാധാരണമായൊരു നടപടിയാണ്. അങ്ങനെ ഇലക്ഷൻ കമ്മീഷൻ കൊടുക്കാറില്ല. ഇലക്ഷൻ കമ്മീഷൻ ഇതിനൊക്കെ കൊടുക്കുന്ന ഒരു സമയമുണ്ട്. ആ സമയത്തൊന്നും ഇതിനുള്ള അപേക്ഷ കൊടുക്കാതെ ഇപ്പോൾ ഒരു അപേക്ഷ വെക്കുന്നിടത്ത് തന്നെ അതൊരു അനുചിതമായ കാര്യമാണ്, നിയമപരമല്ലാത്ത കാര്യമാണ്. നിയമപരമല്ലാത്തൊരു കാര്യം അത് ഏതെങ്കിലും ഒരു സെലിബ്രിറ്റി എന്ന രീതിയിൽ ആ സ്റ്റാറ്റസ് കൊണ്ട് കൊടുക്കാൻ ആവശ്യപ്പെട്ടാൽ അത് കൊടുക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് കോടതി പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം. സെലിബ്രിറ്റികൾക്ക് വേണ്ടി പ്രത്യേക നിയമമില്ലല്ലോ. വൈഷ്ണയ്ക്ക് അനുവദിച്ചു കൊടുത്ത ഇളവ് എന്ന് പറയുന്നത് അത് കരട് പട്ടികയിൽ പേരുണ്ടായി ആ പേര് അന്തിമ പട്ടികയിൽ വെട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു വോട്ടറെ സംബന്ധിച്ച് ഇടപെടാനുള്ള അവസരമില്ല. ഏതെങ്കിലും ഒന്നാം ഘട്ടത്തിലോ രണ്ടാം ഘട്ടത്തിലോ അല്ല, അന്തിമ പട്ടിക വന്നപ്പോഴാണ് കരട് പട്ടികയിൽ ഉണ്ടായിരുന്ന പേര് അന്തിമ പട്ടികയിൽ ഇല്ല എന്ന് വൈഷ്ണ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇവിടെ VM വിനുവിന്റെ കാര്യത്തിൽ 2020 പോലും പട്ടികയിൽ പേരില്ല. പിന്നീട് ഇങ്ങോട്ട് ഒരു ഘട്ടത്തിലും പേര് ചേർക്കാൻ വേണ്ടി അപേക്ഷ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. ആ അപേക്ഷയെങ്കിലും കൊടുത്തിരുന്നുവെങ്കിൽ ഏതെങ്കിലും ഘട്ടത്തിൽ അപേക്ഷിക്കുകയും പിന്നീട് അദ്ദേഹത്തിന് മറ്റ് തിരക്കുകൾ കാരണം അതിൻ്റെ അഭിമുഖത്തിന് ഹാജരാകാൻ പറ്റിയില്ല എന്നൊക്കെയാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഒരു ഘട്ടത്തിൽ പോലും അപേക്ഷിച്ചിട്ടില്ല. ഒരു ഘട്ടത്തിൽ പോലും ഈ വോട്ടർ പട്ടികയുമായി പേര് ചേർക്കാൻ വേണ്ടി ഇടപെടൽ നടത്തിയിട്ടില്ല. അന്തിമ പട്ടിക വന്നു, സ്ഥാനാർത്ഥി വേഷം ധരിച്ച് സ്ഥാനാർത്ഥി പ്രചരണം നടത്തിയപ്പോൾ നോമിനേഷൻ കൊടുക്കാൻ വേണ്ടിയാണ് വോട്ടർ പട്ടിക പരിശോധിക്കുന്നത് എന്നുള്ളതാണ്. അത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുള്ള അല്ലെങ്കിൽ VM വിനുവിന്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയാണ്. അതിനുശേഷം VM വിനു പറഞ്ഞത് 2020 വോട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതും ഇല്ല എന്ന് തെളിഞ്ഞതോടുകൂടിയാണ് ഈ ഒരു തരത്തിലുള്ള പരാമർശവും ഹൈക്കോടതിയുടെ തീരുമാനവും ജില്ലാ കലക്ടറുടെ തീരുമാനവും ഒക്കെ ഉണ്ടാവുന്നത്. ഇന്നലെ EROയുടെ റിപ്പോർട്ടിലും ഇതേ കാര്യമാണ്. ERO ഒക്കെ എടുത്തു കാണിക്കുന്നുണ്ട് 2020 വോട്ടുണ്ടായിരുന്നില്ല, ഒരു ഘട്ടത്തിലും വോട്ടിന് അപേക്ഷിച്ചിട്ടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ. ശരി, ശ്യാം ദേവരാജിലേക്ക് കൂടി. ശ്യാം, ഇപ്പോൾ VM വിനുവിനെ സംബന്ധിച്ച് ഹൈക്കോടതി വിനുവിന്റെ ഹർജി തള്ളിയിരിക്കുകയാണ്. ഇനി ഇപ്പൊ എന്താണ് നിയമപരമായ സാധ്യത? നിയമപരമായി മറ്റൊരു വഴിയും VM വിനുവിന് മുന്നിലില്ല. കാരണം ഇതിന്മേൽ അപ്പീലിനുള്ള സാധ്യതയില്ല. മറ്റന്നാളാണ് ഇതിന്മേൽ അന്തിമ വോട്ടർ പട്ടിക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിക്കേണ്ടത്. അതിനുള്ള സമയവും അതിക്രമിക്കുകയാണ്. സ്വാഭാവികമായി ഇനി ഈ ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് വിധിക്കെതിരെ അപ്പീലുമായി ഡിവിഷൻ ബെഞ്ചിലേക്ക് പോയാലും അത് ഉടൻ പരിഗണിക്കപ്പെടും എന്നൊരു കാര്യം, അത്തരമൊരു സാധ്യത VM വിനുവിനെ സംബന്ധിച്ചില്ല. അതുകൊണ്ട് തന്നെ ഈ നടപടി, ഹൈക്കോടതിയുടെ നിലപാട് VM വിനുവിനെ സംബന്ധിച്ചും UDF-നെ സംബന്ധിച്ചും തിരിച്ചടിയാണ്. UDF-ന്റെ മേയർ കാൻഡിഡേറ്റ്, അതായത് മേയർ സ്ഥാനം, കോഴിക്കോട് കോർപ്പറേഷനിലേക്കുള്ള മേയർ സ്ഥാനാർത്ഥിയായിരുന്നു VM വിനു. കല്ലായി ഡിവിഷനിൽ നിന്നാണ് ജനവിധി തേടേണ്ടിയിരുന്നത്. ഇത് ഈ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെടുമ്പോൾ നേരത്തെ 2020 ഒഴിവാക്കപ്പെട്ടിരുന്നു. VM വിനു ഹൈക്കോടതിയിൽ പറഞ്ഞൊരു കാര്യം 2021 താൻ വോട്ട് ചെയ്തിട്ടുണ്ട് എന്ന കാര്യമാണ്. പറഞ്ഞോളൂ. 2021 താൻ വോട്ട് ചെയ്തിട്ടുണ്ട് എന്ന കാര്യമാണ്. പക്ഷേ 2021 വോട്ട് ചെയ്യുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കാണ്. അത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാക്കുന്ന വോട്ടർ പട്ടികയാണ്. 2020 വോട്ട് ചെയ്തില്ല എങ്കിൽ, അല്ലെങ്കിൽ 2020 വോട്ടർ പട്ടികയിലും ഇല്ല എങ്കിൽ അത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രത്യേകമായ വോട്ടർ പട്ടികയാണ്. ഈ വ്യത്യാസം VM വിനുവിന് തിരിച്ചറിയാൻ കഴിയാതെ പോയി. മാത്രമല്ല, വോട്ടർ പട്ടികയിൽ പേരില്ല അല്ലെങ്കിൽ പേര് ഉൾപ്പെടുത്തണം എന്ന ഒരു ജനാധിപത്യ ബോധം VM വിനു കാണിച്ചിട്ടില്ല എന്നതാണ് ഹൈക്കോടതിയുടെ ആ
വിമർശനങ്ങളിൽ നിന്ന് വ്യക്തമാവുകയും ചെയ്യുന്നത് UDF മേയർ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുമ്പോഴാണ് VM വിനു വോട്ടർ പട്ടികയിൽ തന്റെ പേരുണ്ടോ എന്ന കാര്യം അന്വേഷിക്കുന്നത്, അല്ലെങ്കിൽ UDF അന്വേഷിക്കുന്നത്. ആ ഘട്ടത്തിൽ അന്വേഷിച്ചാൽ പോരാ എന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കുന്നത്. കാരണം സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരത്തെ 2 തീയതികളിലടക്കം വ്യക്തത വരുത്തുന്നുണ്ട്. കാരണം ജൂലൈ മാസം 19-നാണ് പുതിയ വോട്ടർ പട്ടികയുടെ തയ്യാറാക്കുന്നതിനുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾ തുടങ്ങിയത്. സെപ്റ്റംബർ മാസം 2-നാണ് ഇത് സംബന്ധിച്ച ആദ്യ പട്ടിക, അതായത് കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചത്. ഈ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ച് അതിന്മേൽ എതിർപ്പ് അറിയിക്കാൻ ഇത്രയും ദിവസം സാവകാശം